അണ്ഡാശയമുഴകൾ സാധാരണ ഏത് പ്രായക്കാരിലാണ് ഉണ്ടാകുക? അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രായം അണ്ഡാശയമുഴകൾക്കില്ല. എല്ലാ പ്രായക്കാരിലും അണ്ഡാശയമുഴകൾ ഉണ്ടാകാം. ചെറിയ കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിലോ ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളിലോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാവും. പക്ഷേ മുഴകളുടെ രീതികൾ വ്യത്യസ്തമായിരിക്കും. സാധാരണയായി ഈ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾ കാണപ്പെടുന്നത് 50 വയസ്സ് കഴിഞ്ഞ് ആർത്തവവിരാമം വന്ന സ്ത്രീകളിലാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. വളരെ വേഗമായിട്ടുള്ള സിംറ്റംസ് ആണ് ഒവേറിയൻ ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ, വയറെപ്പോഴും വീർത്ത് വരിക, ഫുഡിനോടുള്ള ഒരു വിരക്തി, അല്പം ആഹാരം കഴിച്ചാൽ തന്നെ വയറ് പെട്ടെന്ന് നിറഞ്ഞതുപോലെ തോന്നുക, പെട്ടെന്നുണ്ടാകാവുന്ന ഒരു ഭാരക്കുറവ്, പെട്ടെന്നൊരു 6 മാസത്തിനുള്ളിൽ 10 കിലോ വെയിറ്റ് ഒക്കെ കുറയുക, അങ്ങനത്തെയുള്ള സിംറ്റംസ്. പിന്നെ മെയിനായിട്ടും ദഹനക്കേട്, എന്ത് കഴിച്ചാലും ഒരു വയറിനൊരു അസ്വസ്ഥത, കാലിന് നീര്, കണ്ണുകൾക്ക് വീക്കം, ഇങ്ങനെയുള്ള സിംറ്റംസാണ് സാധാരണ രീതിയിൽ ഒവേറിയൻ ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു 50 കഴിഞ്ഞ സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് സ്ഥിരമായി വരുന്നത് കൊണ്ട് മിക്ക ആൾക്കാരും ഇത് നെഗ്ലക്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് തുടരെ ഈ സിംറ്റംസ് വരുന്നെങ്കിൽ അതൊരു അണ്ഡാശയ ക്യാൻസറിൻ്റെതല്ല എന്ന് തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പുവരുത്തേണ്ടതാണ്.